നമുക്ക് ഇന്ന് കയ്പങ്ങ വരട്ടിയെടുത്താലോ? അതിലേക്കുള്ള സാധനങ്ങൾ കേട്ടോ: ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, വല്യുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, കയ്പങ്ങ ഞാൻ ഒരു കണ്ടിട്ടെടുത്തിരുന്നത്, തക്കാളി 2 തക്കാളി, ഒരു ഉള്ളി, പച്ചമുളക്. അങ്ങനെ നമ്മൾ ഇതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിരിക്കണേ. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കറിയൊന്നും വേണ്ടത് വരട്ടിയെടുത്താൽ നമ്മൾ പുളിയിലാണ് വരട്ടിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 ദിവസമൊക്കെ ഒന്ന് ഇരിക്കും കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് കടുക് ഇട്ടെടുത്തിരുന്നു. അതിലേക്ക് വലിയ ഉള്ളിയും പച്ചമുളക്, ഇഞ്ചും വെളുത്തുള്ളി ഇട്ടെടുത്തിരുന്നു. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടാ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളി വെള്ളത്തിലിടാൻ മറന്നേന്. പുളി വെള്ളത്തിലൊക്കെ ഇട്ടുവെച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടെടുക്കാം. ചെറിയ തക്കാളിയാണ് എടുത്തതിന്. അതിൽ 2 തക്കാളി ഇട്ടിരുന്നു. അപ്പൊ ഞാൻ ഇളക്കും, മോനൂസും ഞാൻ ഇളക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഇളക്കേന് കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വെന്തിക്കണം. എന്നിട്ട് നമുക്ക് നമ്മളെ കയ്പങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ കയ്പങ്ങ എന്നാ പറഞ്ഞത്. പല നാട്ടിലും പല പേരുണ്ട് ഇട്ടതിന്. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി, മുളകും പൊടി ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. എരിവ് കൂടണ്ടാച്ചിട്ടിട്ടാ. ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ഇട്ടെടുത്തത്. അച്ചാറും പൊടി ഇട്ടൊന്ന് ഇട്ടെടുത്ത് ഒരു ചോയ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ പുളി നല്ലോണം നൗണ്ടി ഇതാക്കിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക. അങ്ങനെ നാടൻ പുളി കേട്ടോ. നല്ല പുളി ഉണ്ടാവും. കുറച്ചെടുത്തിട്ടുള്ള പുളി. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചെടുക്കുക. ഇത് പുളിയിൽ കിടന്ന് വേകുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അങ്ങനെ നല്ലോണം ഇതാകണം. കുറച്ചും കൂടി വെള്ളം പാർന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നല്ലോണം. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്താ നിങ്ങളെ അഭിപ്രായം ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അങ്ങനെ നല്ലോണം വെള്ളം വറ്റിയതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ ചെറുതായിട്ടൊക്കെ വെള്ളം വറ്റിയിരിക്കണേ. നമ്മളെ പുളിയൊക്കെ അതിലേക്ക് നല്ലോണം ചേർന്നിക്കണം കേട്ടോ. അങ്ങനെ നമ്മളത് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിക്കും. ചോറ്റിൽ കുറച്ച് ഉപ്പ് കുറവായിന്. അപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തേക്കണ്. ചോറ്റിൽ കുഴച്ച് തിന്നാൻ വേറൊരു കൂട്ടാനും വേണ്ട. ഇത് ഉണ്ടായാൽ തന്നെ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. അങ്ങനെ നമ്മളെ കയ്പങ്ങ വരട്ടിയത് റെഡി ആയിക്കണം കേട്ടോ. പിന്നെ ഒരു വീഡിയോ മാറ്റി ഞാൻ വരാം. അസ്സലാമു അലൈക്കും.